ഹായ് ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ പുതിയ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വരുന്നത്. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ KTMലൊക്കെ അതുപോലെ ഡോമിനറിലൊക്കെ വരുന്ന സെയിം ഇൻഡിക്കേറ്റർ, പക്ഷേ ആ ഒരു ബ്രാൻഡല്ല, ഇത് വേറൊരു ബ്രാൻഡ് ഇറക്കുന്ന ഒരു ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഒരു റിവ്യൂ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും വണ്ടിയിൽ വേറെ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം എനിക്ക് 2-3 വർഷത്തേക്ക് കിട്ടിയുള്ളൂ. അതിൽ ആദ്യം ഒരു ഇൻഡിക്കേറ്റർ പോയി, രണ്ടാമത് വേറെ, അങ്ങനെ ഓരോന്ന് വരുന്ന കംപ്ലൈൻറ്റ് ചെയ്ത്. അപ്പോൾ ഇത് നമ്മൾ ഈ വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്തിരുന്ന ഒരു ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മളോട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇത് ഏത് ബ്രാൻഡ് ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും നമ്മൾ വണ്ടിയിൽ ഓൾറെഡി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് നമ്മുടെ വണ്ടിയുടെ. നമ്മൾ KTMലുള്ള സെയിം ഇൻഡിക്കേറ്റർ നമ്മൾ വരുന്നത്. ബ്രാൻഡ് അത് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മൾ മോക്സി പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത്. ഈ ഇൻഡിക്കേറ്റർ ഏകദേശം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 4 എണ്ണം കൂടി നമുക്ക് 700 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം ഇൻഡിക്കേറ്റേഴ്സ് പുറത്ത് നോക്കുമ്പോൾ നമ്മൾ സെയിം ഇൻഡിക്കേറ്ററാണ്, നമ്മളെ KTMൽ വരുന്ന ആ ഒരു സെയിം ഇൻഡിക്കേറ്ററിന് കണ്ടറിയാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ നമുക്ക് കുറേ കാലത്തോളം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഇൻഡിക്കേറ്റർ എടുത്തപ്പോൾ കുറച്ച് ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ എടുക്കുമ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് എടുക്കുകയാണെങ്കിലും സാധനം നന്നായിട്ട് ചെക്ക് ചെയ്യുക. അതായത് അവിടെ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളോ വയറിങ്ങോ കാര്യങ്ങളോ അതിൻ്റെ സോക്കറ്റോ കാര്യങ്ങളൊക്കെ ഡാമേജൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുക. അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എടുത്തതിൽ തന്നെ എനിക്ക് അവിടെ നിന്ന് നോക്കിയ ടൈമിൽ 4 ഓക്കെ ആയിരുന്നു, പക്ഷെ ഒന്ന് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു. അത് കാരണം ഞാൻ വീഡിയോ കുറച്ച് ലേറ്റായി പോയത്. പിന്നെ ഇപ്പോൾ വണ്ടിയിൽ വേറെ അപ്ഡേഷനും കാര്യങ്ങളും ഒന്നും ചെയ്യലില്ല, അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളും ഇടാത്തത്, വേറെ ഒന്നും കൊണ്ടല്ല. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ വണ്ടിയിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് നമ്മൾ 150ക്ക് വരെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് അതുപോലെ തന്നെ വെച്ചാൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ സെയിം ആ രൂപത്തിൽ കറക്റ്റായിട്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇരിക്കും, വേറെ പ്രശ്നമില്ല. ഹെഡ് അയക്കുക വെക്കുക. അതുപോലെ ബാക്കിലാകുമ്പോൾ നമ്മളൊരു മഡ് ഗാർഡുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് ഇതിൻ്റെ വയർ ഷോർട്ടാവും, ജസ്റ്റ് ഒന്ന് അതിൻ്റെ നീളം കൂട്ടി കൊടുക്കേണ്ടത്. ഇത് ഞാൻ അങ്ങനെ ടെയിൽ വെച്ച കാര്യം കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. ഈ ടെയിലിൽ കറക്റ്റ് ഇതാണ്, പക്ഷേ ടെയിൽ നമ്മൾ ഇരുത്ത വരും. മഡ് ഗാർഡ് ആകുമ്പോൾ കുറച്ച് ബാക്കൊക്കെ പോകും. അപ്പോൾ ടെയിലിൽ കറക്റ്റ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും സെറ്റായിട്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് എടുത്ത ടൈമിൽ എനിക്ക് ആകെ 2-1 കറക്റ്റ് വർക്കായി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എടുത്തിട്ട് 4 പാളിപ്പോയി വിചാരിച്ചു. അപ്പോൾ നമ്മൾ വണ്ടി മൊത്തം നമ്മൾ സീറ്റും കവർ അയച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വണ്ടി ഇൻഡിക്കേറ്റേഴ്സിൻ്റെ വയർ ഈ വരുന്ന വയർ, അതായത് ഈ ഗ്രീനും ബ്ലാക്കും. അപ്പോൾ വണ്ടിയിൽ നിന്നും അതുപോലെ നമ്മൾ ബൈക്കിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിന് കണക്ടറിന് ഒരു വയർ വരും, അതേ ഈ ഒരു കളറിൽ തന്നെ അതും വരിക. അപ്പോൾ ഈ 2 വയർ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കൊടുത്ത ടൈമിൽ ഈ ഇൻഡിക്കേറ്റേഴ്സിന് വരുന്ന വയർ ചെറിയ അങ്ങോട്ടുള്ള മാറ്റം ഉണ്ടാവും, അത് അതിൽ റോങ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സിന് വരുന്ന വയർ സോക്കറ്റും ഈ വയർ എന്ത് ചെയ്യുക, ഇതിൽ വരുന്ന അതേ സെയിം. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീന് ആ ഗ്രീനിൽ തന്നെ കൊടുക്കണം, വണ്ടിയിൽ നിന്ന് വരുന്ന ഗ്രീനിൽ കൊടുക്കണം. അതുപോലെ ബ്ലാക്കും അതുപോലെ രണ്ടും ആ സെയിം ആയിട്ട് കൊടുക്കണം. അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിന് ലോങ് ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ, ഇത് വണ്ടിയിൽ നമ്മൾ മറ്റേ സിലിക്കോൺ ഇട്ടതാണ്. അതായത് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് മൊത്തം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുക എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഈ ഒരു ഗ്യാപ്പും കാര്യങ്ങളും കാണും. അതായത് ഇത് രണ്ടും ജോയിൻ്റ് ആയിട്ട് വരിക. ഈ ജോയിൻറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ സിലിക്കോൺ ഇടണം. ഇപ്പോൾ അത് മെയിനായിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഡിക്കേറ്ററിന് ഈ ഒരു ഹോൾ ഇവിടെ വരും, ഇവിടെ ഒരു ഹോൾ വരും, ഈ വയർ പോണ ഹോള്. അപ്പോൾ ആ ഹോളിലും കാര്യങ്ങളിലും നമ്മൾ സിലിക്കോൺ നിറക്കണം. അപ്പോൾ ഈ ഒരു കാരണവശാലും മഴയത്തോ വണ്ടി വാഷ് ചെയ്യുമ്പോഴോ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളം കയറാൻ പറ്റില്ല. ജസ്റ്റ് കുറച്ച് വെള്ളം കയറിയാൽ തന്നെ ഈ ഫോഗ് വരും, ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കംപ്ലൈൻ്റ് ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിലിക്കോൺ മേടിച്ചിട്ട് എത്രത്തോളം ഇൻഡിക്കേറ്ററിൽ നിറക്കാൻ പറ്റുമോ സൈഡിലൊക്കെ ഈ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് തുടച്ചു കൊടുക്കുക. അങ്ങനെ ആക്കിയിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ പിറ്റേന്ന് ഇൻഡിക്കേറ്റർ എടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആ ഭാഗങ്ങൾ മൊത്തം ഫില്ലാവും. അങ്ങനെ നമ്മൾ ചെയ്യാം. അതുപോലെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് ഈ വയർ പോണ ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ സിലിക്കോൺ ഇട്ട് ഫുള്ള് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം കാര്യങ്ങളും അങ്ങനെ കയറില്ല. അങ്ങനെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് കാര്യം അതേപോലെ ടാപ്പ് ചെയ്ത് ഫുള്ള് നമ്മൾ
ഇതേപോലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലും അതുപോലെ ചെയ്യാം. ഫ്രണ്ടിലങ്ങനെ വെള്ളം കയറില്ല, വെള്ളം അകത്തു കൂടെ കയറില്ല, പക്ഷേ പുറത്തു കൂടെ കയറും. അകത്ത് പിന്നെ ബോഡിയും കാര്യങ്ങളുണ്ട്, കയറില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ പറഞ്ഞു ഏകദേശം 700 റുപ്യ വരുന്നത്. KTM-ന് ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഒറിജിനൽ വാങ്ങിയിടുന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് തന്നെ 600-700 വരുന്നുണ്ട്. മൊത്തം ഒരു 2500 സംതിങ് ആവും. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റുന്നുള്ള കാര്യം. ഈ മോക്സി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഇത് വരുന്നത്. ഇത് അത്യാവശ്യം നമ്മൾ ഈ ഹെൽമെറ്റും ബൈക്കിൻ്റെ ആക്സസറി കിട്ടുന്ന ഷോപ്പിലുണ്ടാവും. അപ്പോൾ ഈ സെയിം സാധനം തന്നെ ഏകദേശം റേറ്റ് 700 ആ റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ചില ഷോപ്പിലൊക്കെ ആകുമ്പോൾ ഇത് അവർ ഇതിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് ഇത് ക്വാളിറ്റിയുള്ള സാധനം എന്നൊക്കെ പറഞ്ഞാൽ 1000 രൂപക്ക് 4 1500 എന്നൊക്കെ ലെവലിൽ അവർ സെയിൽ ചെയ്യുക. അപ്പോൾ അതിലൊന്നും പെടാതിരിക്കുക. ഇതിൻ്റെ കവർ പൊട്ടിക്കാത്ത പീസ് തന്നെ നോക്കി വാങ്ങുക. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിലും കാര്യങ്ങളിലും കിട്ടും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ലിങ്ക് അടിയിൽ കൊടുക്കും. പക്ഷേ ഫ്ലിപ്കാർട്ടിലുള്ള സാധനം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ ടൈമിൽ അതിന് നമ്മൾ ബൈക്കിൽ വരുന്ന ആ ഒരു സെയിം സോക്കറ്റല്ലേ വരുന്നത്. അതാകുമ്പോൾ സോക്കറ്റ് നമ്മൾ വേറെ കടയിൽ നിന്ന് ചെയ്തിട്ട് നമ്മൾ ലെവലാക്കി എടുക്കേണ്ടി വരും. അങ്ങനെ പ്രശ്നം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ അതുപോലെ ഒരു ഫ്ലിപ്കാർട്ടിലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു പോയിന്റിൽ ഇൻഡിക്കേറ്റർ കത്തും. പക്ഷേ അത് എനിക്കൊരു ബോറായി തോന്നി. അത് ലിങ്ക് കൊടുക്കാം. പിന്നെ കടയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മോക്സി എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി. ഞാൻ പറയാം 700 അത്രേ വരുന്നുള്ളൂ, അതിനപ്പുറം വരില്ല എന്തായാലും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ചെറിയൊരു ടിപ്പൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഇൻഡിക്കേറ്റർ വണ്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ വെള്ളം കാര്യങ്ങളും കയറില്ല. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ഗമ്മൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ വണ്ടി 3-4 സർവീസ് ചെയ്തു. വെള്ളമൊക്കെ ഞാൻ നമുക്ക് ഡയറക്റ്റ് അടിച്ചു നോക്കി, കേടെടുത്താൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമുക്ക് സാധനം മേടിച്ചത് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ടൈമിൽ കംപ്ലയിൻറ്റ് വരാൻ പറ്റില്ലല്ലോ. കംപ്ലയിൻറ്റ് വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കംപ്ലയിൻറ്റും കാര്യമൊന്നുമില്ല. പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് വണ്ടിക്ക്, കാണുമ്പോൾ തന്നെ കുഴപ്പമില്ല. ഞാൻ കുറേ ഇതൊരു നല്ല ഇൻഡിക്കേറ്റർ നമ്മൾ വണ്ടിയിൽ വെക്കുന്ന ചെയ്ത് നടക്കും. ഇതൊരു ഒരു കൊല്ലത്തുള്ളിൽ 8-9 മാസത്തോളം വണ്ടിക്ക് 4 ഇൻഡിക്കേറ്റർ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇൻഡിക്കേറ്റർ ഇല്ലാതെ ഒരിക്കലും നമ്മൾ വണ്ടിയിൽ ഒരിക്കലും പോക്ക് നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും പെട്ടെന്ന് തന്നെ വെച്ച്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ഞാൻ പ്രിഫർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. സാധനം പ്രൊഡക്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വല്ല ഡൗട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് ഞാൻ റിപ്ലൈ തരുന്നേക്കാരം. പിന്നെ വണ്ടിയിൽ കുറേ നമ്മൾ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ട് പരമാവധി എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. വീഡിയോസ് ചെയ്യൽ കുറവാണ്. വേറെ ഒന്നും വണ്ടിയിൽ വേറെ അപ്ഡേഷനും കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിയുടെ സ്പ്രോക്കറ്റ് നമ്മൾ ചെയ്ത് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ മുന്നേ നമ്മൾ ഇട്ടിരുന്ന സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരീഷ്മ ഇട്ടിരുന്നത്. അപ്പോൾ അത് ഞാൻ 2 വർഷത്തോളം ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യണതേക്കാരം. പിന്നെ വണ്ടിയിൽ നമ്മൾ ഫ്ലഷറും കാര്യങ്ങളും ഇൻഡിക്കേറ്ററും ഫ്ലഷറും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിന് പുറകെ വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.